അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി IT പ്രൊഫഷണലുകളും പ്രത്യേകിച്ച് H1B വിസയിൽ ജോലി ചെയ്യുന്നവരും ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. H1B PERM വിസ തട്ടിപ്പുകൾക്കെതിരെ അമേരിക്കൻ സർക്കാർ പരിശോധനകൾ ശക്തമാക്കുകയാണ്. ടെക്സസിലെ ഡലാസിലെ ബിസിനസ് പ്രവർത്തനങ്ങൾ ഇല്ലാത്തതായി സംശയിക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകൾ ഇതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. H1B അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് പ്രോസസ് ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. കാരണം തൊഴിലുടമയുടെ ഭാഗത്തു നിന്നുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ അതിന്റെ പ്രത്യാഘാതം ജീവനക്കാരെയും ബാധിച്ചേക്കാം. ആദ്യം ഡലാസിൽ നടന്ന പരിശോധനയെക്കുറിച്ച് നോക്കാം. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെ ഇൻസ്പെക്ടർ ജനറൽ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ചില സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർന്നത്. രേഖകളിൽ വലിയ തോതിൽ H1B അപേക്ഷകൾ നൽകിയതായി കാണിച്ചിരുന്ന ചില സ്ഥാപനങ്ങളുടെ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ യഥാർത്ഥ ബിസിനസ് പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചില ഓഫീസുകൾ പൂട്ടിയ നിലയിലായിരുന്നു. ഇത്തരം സ്ഥാപനങ്ങളെ ഗോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഷെൽ കമ്പനി എന്ന് വിളിക്കാറുണ്ട്. രേഖകളിൽ കമ്പനി ഉണ്ടാകും, വെബ്സൈറ്റും ഉണ്ടായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ബിസിനസ് പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. ഇത്തരം വ്യാജ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിദേശ തൊഴിലാളികൾക്ക് H1B വിസയും മറ്റ് ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുന്നുണ്ടോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. ഇത് ഡലാസിൽ മാത്രം നടക്കുന്ന പരിശോധനയായി കാണേണ്ടതില്ല. H1B PERM സംബന്ധമായ നിയമലംഘനങ്ങൾക്കെതിരെ അമേരിക്കൻ സർക്കാർ രാജ്യവ്യാപകമായി പരിശോധനകൾ ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നടപടികൾ നടക്കുന്നത്. ഇനി H1B ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 4 പ്രധാന നിയമലംഘനങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ബെഞ്ചിങ് വിത്തൗട്ട് പേ ആണ്. ഒരു H1B ജീവനക്കാരന് ജോലി ചെയ്യുന്ന സമയത്ത് ആവശ്യമായ വേതനം നൽകണം. ക്ലയന്റ് പ്രോജക്ട് ഇല്ല എന്ന കാരണത്താൽ ജീവനക്കാരനെ ശമ്പളമില്ലാതെ വീട്ടിലിരുത്തുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഇപ്പോൾ പ്രൊജക്ട് ഇല്ല, അതുകൊണ്ട് ശമ്പളം നൽകാൻ കഴിയില്ല എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ഇമിഗ്രേഷൻ അറ്റോർണിയുമായി സംസാരിച്ച് നിങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത് വേജ് കിക്ക് ബാക്ക് ആണ്. ചില തൊഴിലുടമകൾ ജീവനക്കാരന് ശമ്പളം നൽകിയ ശേഷം അതിന്റെ ഒരു ഭാഗം തിരികെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ടിൽ മുഴുവൻ ശമ്പളവും നൽകിയിട്ട് അതിന്റെ ഒരു തുക പ്രോസസിംഗ് ഫീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത്തരം ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം കൃത്യമായി സൂക്ഷിക്കുക. മൂന്നാമത്തത് വ്യാജ രേഖകളും ഗോസ്റ്റ് ഓഫീസുകളുമാണ്. യഥാർത്ഥ ജോലി ഇല്ലാതെ വ്യാജ ക്ലയന്റ് ലെറ്റർ, വ്യാജ പ്രൊജക്ട് ഡീറ്റെയിൽസ്, വ്യാജ ഓഫീസ് അഡ്രസ് തുടങ്ങിയവ ഉപയോഗിച്ച് വിസ അപേക്ഷ സമർപ്പിക്കുന്നത് വലിയ നിയമപ്രശ്നമായി മാറാം. അതുകൊണ്ട് നിങ്ങളുടെ വിസ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന ജോലി, എംപ്ലോയർ, വർക്ക് ലൊക്കേഷൻ, ക്ലയന്റ് തുടങ്ങിയ വിവരങ്ങൾ യഥാർത്ഥമാണെന്ന് ഉറപ്പാക്കുക. നാലാമത്തേത് PERM ഫ്രോഡ് ആണ്. ഗ്രീൻ കാർഡിന്റെ ഒരു പ്രധാന ഘട്ടമാണ് PERM ലേബർ സർട്ടിഫിക്കേഷൻ. ഇതിൽ അമേരിക്കൻ തൊഴിലാളികളെ കണ്ടെത്താൻ ആവശ്യമായ റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തണം. യഥാർത്ഥത്തിൽ ആവശ്യമായ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ലെങ്കിലും രേഖകളിൽ നടത്തിയതായി കാണിക്കുന്നതോ വ്യാജ വിവരങ്ങൾ നൽകുന്നതോ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരം കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഒരു യഥാർത്ഥ ജീവനക്കാരന് നിലവിൽ എന്ത് ചെയ്യണം എന്നാണ്. ആദ്യമായി നിങ്ങൾ പേടിക്കേണ്ടതില്ല, പക്ഷേ നിങ്ങളുടെ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. നിങ്ങളുടെ LCAയിൽ നൽകിയിരിക്കുന്ന ജോലി, വർക്ക് ലൊക്കേഷൻ, സാലറി തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ പേ സ്റ്റെപ്പ്, WT, ടാക്സ് റെക്കോർഡ്, എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് തുടങ്ങിയ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. കമ്പനി ശമ്പളത്തിൽ നിന്ന് ഏതെങ്കിലും തുക തിരികെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ സൂക്ഷിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ നേരിട്ട് പണം തിരികെ നൽകുന്നതിന് പകരം നിയമോപദേശം തേടുന്നതാണ് സുരക്ഷിതം. അതുപോലെ തന്നെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കേഷൻ, വ്യാജ പ്രൊജക്ട് ലെറ്റർ, വ്യാജ എംപ്ലോയ്മെന്റ് റെക്കോർഡ് തുടങ്ങിയവ ഉപയോഗിച്ച് H1B നേടാൻ ശ്രമിക്കരുത്. ഒരു ചെറിയ രേഖാ പിശക് പോലും പിന്നീട് വലിയ ഇമിഗ്രേഷൻ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ എംപ്ലോയറിനെതിരെ USCIS അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ കാര്യങ്ങൾ അവഗണിക്കരുത്. വൈകാതെ ഒരു പരിചയസമ്പന്നനായ ഇമിഗ്രേഷൻ അറ്റോർണിയെ സമീപിക്കുക. നിങ്ങളുടെ നിലവിലെ H1B സ്റ്റേറ്റസ്, എംപ്ലോയർ, LCA, I-129 പെറ്റീഷൻ തുടങ്ങിയ രേഖകൾ പരിശോധിക്കുക. നിങ്ങളുടെ ജോലി യഥാർത്ഥമാണെന്നും രേഖകളിലെ വിവരങ്ങൾ ശരിയാണെന്നും ഉറപ്പാക്കുക. ആവശ്യമായ സാഹചര്യത്തിൽ നിയമപരമായി മറ്റൊരു യഥാർത്ഥ എംപ്ലോയറിലേക്ക് H1B ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയും അറ്റോർണിയുമായി ചർച്ച ചെയ്യാം. മറ്റൊരു പ്രധാന കാര്യം കൂടി, തൊഴിലുടമയുടെ നിയമലംഘനങ്ങളെ കുറിച്ച് പരാതി നൽകുന്ന ചില ജീവനക്കാർക്ക് നിയമപരമായ സംരക്ഷണം ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തൊഴിലുടമ ഭീഷണിപ്പെടുത്തുന്നു എന്ന കാരണത്താൽ മാത്രം നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ തുടരേണ്ട സാഹചര്യമില്ല. എന്നാൽ പരാതി നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യത്തിന് അനുയോജ്യമായ
നിയമോപദേശം തേടുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇമിഗ്രേഷൻ നിയമങ്ങളിലെ പുതിയ മാറ്റങ്ങളും അമേരിക്കൻ മലയാളികളെ ബാധിക്കുന്ന പ്രധാന വാർത്തകളും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.